ഇതുപോലെ കുലുക്കമുള്ള വീഡിയോസിനൊക്കെ ഇതുപോലെ കുലുക്കമില്ലാതാക്കാം. അതായത് വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ. ഇതിനായിട്ട് നിങ്ങൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഡിഫോൾട്ടായിട്ട് നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ നിങ്ങളെ ഫോണിൽ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഗൂഗിൾ ഫോട്ടോസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പോകുന്നത്. ഗൂഗിൾ ഫോട്ടോസ് വെച്ചിട്ട് ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സംഗതി പോസിബിളാണ്. നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് വീഡിയോ നമ്മളെ ഫോണിലെടുത്ത എങ്ങനത്തെ ട്രാവൽ വീഡിയോസൊക്കെ ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇങ്ങനെ കുലുങ്ങിയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ മാറ്റി വെച്ച വീഡിയോസൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചോളൂ. നമ്മളെ ഗൂഗിൾ ഫോട്ടോസ് വെച്ചിട്ട് നമ്മുടെ വീഡിയോനെ സ്റ്റെബിലൈസ് ചെയ്തെടുക്കാം. നല്ല ക്വാളിറ്റി ഡ്രോപ്പ് ഒന്നും സംഭവിക്കാത്ത നല്ല സ്മൂത്തായിട്ട് ഫ്രെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ട് ഒരു അടിപൊളി ഔട്ട് തന്നെയാണ് കിട്ടുന്നത്. അതും പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ആകും. ഏകദേശം ഒരു 500 MB ഫയൽ സൈസുള്ള വീഡിയോസൊക്കെ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ചില വീഡിയോസൊക്കെ ഞാൻ റീൽസിൽ കണ്ടിട്ടുള്ള ആ വീഡിയോസൊക്കെ ഞാൻ ഗൂഗിൾ ഫോട്ടോസ് വെച്ചിട്ട് തന്നെ സ്റ്റെബിലൈസ് ചെയ്ത് എടുത്തതാണ്. ബാക്ക് വിത്ത് പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഗൂഗിൾ ഫോട്ടോസ് വെച്ചിട്ട് എങ്ങനെ ഒരു വീഡിയോ അടിപൊളിയായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാനുള്ളതാണ്. ആദ്യം തന്നെ നിങ്ങളെ ഫോൺ എടുത്തിട്ട് ആ ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള ആപ്പ് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുക. കാരണം അധികം ആരും ഉപയോഗിക്കാത്ത ഒരു ആപ്പാണ്. നമ്മളെ യൂട്ടിലിറ്റിയിലായിരിക്കും അത് കയറി കിടക്കുന്നുണ്ടാവുക. അതായത് ഗൂഗിളിൻ്റെ ആപ്പൊക്കെ ഉള്ള സെക്ഷനിൽ ആണ് ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ഫോട്ടോസ് തുറന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും അതിൽ എന്തൊക്കെ സംഗതികളുണ്ട് എന്നൊക്കെ. അടിപൊളി ആപ്പാണ്. നമ്മുടെ ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് ഡേറ്റ് അനുസരിച്ചും നമ്മളെ ഇൻഡിവിജ്വൽ പേഴ്സണിനെയൊക്കെ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് സോർട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്തെടുക്കുക. ഏത് വീഡിയോ ആണ് നിങ്ങൾ കുലുക്കമുള്ള മാറ്റി വെച്ച വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വെച്ച വീഡിയോ എവിടെയാണ് കിടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണാൻ നിങ്ങൾക്ക് ഷെയർ, എഡിറ്റ് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ എഡിറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് കളർ ഗ്രേഡിങ് ടൂൾസും ബേസിക് ഡിഫോൾട്ട് എഡിറ്റിംഗ് ടൂൾസൊക്കെ അവിടെ കാണാൻ പറ്റും. അതിൻ്റെ എടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലൊരു ബട്ടൺ കാണാൻ പറ്റും. അല്ലാതെ സ്റ്റെബിലൈസ് എന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ കാണില്ല. അപ്പോൾ ജസ്റ്റ് ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇതുപോലെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി ആ ഒരു സ്റ്റെബിലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഡൺ. ഏകദേശം ഒരു 300 MB സൈസുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ സ്റ്റെബിലൈസ് ചെയ്തെടുത്തത്. ഇതായിരുന്നു അതിൻ്റെ ആഫ്റ്റർ വീഡിയോ. മുന്നേ സ്റ്റെബിലൈസ് ചെയ്യാത്തതിൻ്റെ മുന്നേ ഉള്ള വീഡിയോ. ഇപ്പോൾ സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള വീഡിയോ എങ്ങനെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ. അടിപൊളിയായിട്ട് തന്നെ സ്റ്റെബിലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ മുന്നേ PC-യിലായിരുന്നു ചെയ്തത്. അപ്പോൾ സ്റ്റെബിലൈസേഷൻ എന്നുള്ള പ്രോസസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈം എടുക്കും അത് സ്റ്റെബിലൈസ് ആയിട്ട് വരാൻ, സ്റ്റേബിളായിട്ട് വരാൻ. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഫോട്ടോസ് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് തന്നെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പറ്റിയ ഒരു കോലത്തിലേക്ക് അത് സ്മൂത്തായിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, നേരത്തെ കാണിച്ച പോലെ തന്നെ. അപ്പോൾ ഇതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ട്രിക്കുകൾ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അടുത്ത ഒരു ക്രിയേറ്റീവ് വീഡിയോയിൽ കണ്ടുമുട്ടാം.